ഇന്ന് ഇവിടെയാണ് നമ്മുടെ ദൈവത്തിന്റെ മകൾ എന്ന നമ്മുടെ പുതിയൊരു ഫോട്ടോഷൂട്ടിന്റെ കോൺസെപ്റ്റ് നമ്മൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം കോണ്ടൂർ റിസോർട്ടാണ് നമുക്ക് ഇന്ന് ഈ ലൊക്കേഷൻ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും കോണ്ടൂരിന്റെ മാനേജ്മെന്റിനോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷൂട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഇന്ന് നമ്മളോട് ഒരുപാട് ആൾക്കാർ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് സെറ്റ് ഇട്ട് തന്നിട്ടുള്ളത് അഗ്നിതന്ത്ര ഇവന്റ്സ് ആണ് ചങ്ങനാശ്ശേരിയിലുള്ളത്. നമുക്ക് കോസ്റ്റ്യൂം തന്നിട്ടുള്ള എം ലോഫ്റ്റ് ജോയലാണ് അത് നമുക്കായിട്ട് തന്നിട്ടുള്ളത്. ജോയലിനോട് പ്രത്യേകം നന്ദിയുണ്ട്. നമ്മുടെ ക്യാമറാമാൻ കിഷോർ, അസോസിയേറ്റ് ക്യാമറ ഇന്ന് ജോജു, അങ്ങനെ എന്താ പറയുക നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഐവി, പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്ക് വേണ്ടി ഇന്നത്തെ ഷൂട്ടിന് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഷൂട്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങളിപ്പം കാണാൻ പോവുകയാണ്. നമുക്കിവിടെ സെറ്റ് ഇട്ടുണ്ട്, അവിടേക്ക് നമ്മൾ പോവാണ്. എല്ലാവരും അങ്ങോട്ട് വരിക. ഈ മനോഹരമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പം ചങ്ങനാശ്ശേരി കോണ്ടൂർ ഗ്രീൻ കോർട്ടിലാണ്. ഇവിടെയാണ് ഇന്നത്തെ നമ്മുടെ ഷൂട്ട്. നമ്മുടെ ഷൂട്ടിന്റെ പ്രത്യേകത എന്താണെന്നൊക്കെ ഇപ്പം നമുക്കറിയാൻ പറ്റും. ഞാൻ അകത്തേക്ക് പോവാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഷൂട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതാണ് നമ്മുടെ ജസ്റ്റിൻ. എന്തൊക്കെയാണ് ചോദിച്ചടാ? ഇതാണ് ഫെബയുടെ ഹസ്ബൻഡ് ജസ്റ്റിൻ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫോട്ടോഗ്രാഫറാണ്. ഇതാണ് ഫെബ മേക്കപ്പ് ചെയ്ത് റെഡിയാക്കുന്നതല്ല. ഷൂട്ടിന് മുമ്പ് ഫെബ പ്രാർത്ഥിക്കുകയാണോ അതോ കണ്ണട എന്ത് പറ്റി കണ്ണടച്ചിരിക്കുന്നേ? അങ്ങനെ എവിടെ കല്യാണത്തിന് പോലും ഇത്ര ഒരുങ്ങിയിട്ടില്ല. ഒരുങ്ങിയോ? ഇല്ല. ജസ്റ്റിന്റെ കസ്റ്റമാണോ ഫെബയുടെയാണോ? ജസ്റ്റിന്റെ. ഇതാണ് ഞങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഐവിയാണ് ഇന്നത്തെ ഒരു കോൺസെപ്റ്റിൽ നമ്മളെ മേക്കപ്പ് ചെയ്ത് സുന്ദരിയാക്കി. നമ്മുടെ കോൺസെപ്റ്റിന്റെ പേരെന്താണെന്നറിയോ? ദൈവത്തിന്റെ മകൾ. നല്ല പേരാണോ? ശരിക്കും? അപ്പൊ ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ മകൾ കേട്ടോ. അപ്പൊ എല്ലാരും നമ്മുടെ വീഡിയോസ് കാണണം. കഥയൊക്കെ പിന്നെ പറയാം മേക്കപ്പ് കഴിയട്ടെ അല്ലേ? ജസ്റ്റിനെ ഇത് കണ്ടപ്പോ എന്തോ മനസ്സിലാക്കി? ഇങ്ങനെ ഫുള്ള് വണ്ടടിച്ചിരിക്കുകയാണ്. എന്താ സംഭവിക്കുന്ന അറിയത്തില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. ഈ പരിപാടികൾ അങ്ങനെ എന്തൊക്കെയാണെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ജസ്റ്റിന് ആക്ച്വലി എവിടെയാ വർക്ക് ചെയ്തത്? ഞാൻ എറണാകുളത്ത് ഒരു ദുബായ് കമ്പനിയാണ് വെഡിവിൻ ട്രിപ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ IT മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ ഷൂട്ടിനെ കുറിച്ച് വന്നപ്പോ എന്തോ വിചാരിച്ചു? ഞാൻ നോർമൽ ഷൂട്ടായിരിക്കും എന്നാണ്, എന്തെങ്കിലും ഔട്ട്ഡോർ അങ്ങനത്തെയാണ് നമ്മൾ യൂഷ്വലി കാണാറ്. അപ്പൊ അങ്ങനത്തെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇവിടെ വന്ന് ഇത് സാധനം ഇങ്ങനെ കണ്ട ഇന്നലെ എന്തോ സെറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. എന്തായിരിക്കും രാവിലെ ഇത് വന്ന് കണ്ടപ്പം ഭയങ്കര ഇതൊന്നും ആയിട്ടില്ല. ഇതൊരു 20% ഉള്ളൂ. ഇനി കിടക്കുക ലൈറ്റ് വെപ്പും ബാക്കി കാര്യങ്ങളൊക്കെ. നമ്മുടെ സ്വർഗം തീർക്കാൻ നെൽസൺ സ്മോക്കുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് ബ്രോ. ഇതാണ് നമ്മുടെ അമൽ, അഗ്നിതന്ത്ര ഇവന്റ്സിന്റെ എല്ലാമാണ് ആളാണ് ഇന്നത്തെ ഈ സെറ്റെല്ലാം നമുക്ക് തന്നിട്ടുള്ളത്. അതിലുപരി ആള് നമ്മുടെ കോണ്ടൂർ റിസോർട്ടിൽ നിന്ന് സംസാരിച്ച് നമുക്ക് ഈ ഒരു സ്പേസും തന്നു. ഭയങ്കര ഒരു ഹെൽപ്പാണ്. നമ്മുടെ സെറ്റിന്റെ ബാക്ക് വ്യൂ ആണിത്. നമ്മുടെ ലൈറ്റപ്പിലാണ് എടുക്കാൻ പോകുന്നത്. സ്വർഗത്തിന്റെ വാതിൽ തുറന്നവൾ ഭൂമിയിലേക്ക് വരികയാണ് ഗൈസ്. ഹായ്, ഞാൻ അമൽ, അഗ്നിതന്ത്ര ഇവന്റ്സിലെയാണ്. ഇത് സജു. ആക്ച്വലി ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി ബിനിച്ചേട്ടൻ ആദ്യം ഞാൻ അത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. ഒരു സിമ്പിൾ നോർമൽ ഒരു പ്രോഗ്രാം, ഒരു മെറ്റർണിറ്റി ഷൂട്ട് അങ്ങനെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷെ ബിനിച്ചേട്ടന് രണ്ടാമത് തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് കണ്ടപ്പോഴത്തേക്കും ആണ് അതിന്റെ എത്രത്തോളം ഒരു വ്യാപ്തി അതിനുണ്ടെന്ന് മനസ്സിലായത് ആ ഒരു പ്രൊജക്റ്റിന്. കാരണം ഫേബയെക്കുറിച്ചും ഫേബയുടെ ഹസ്ബൻഡിനെ കുറിച്ചും ഒക്കെ അറിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി അഭിമാനം തോന്നി. ഒരു ഭർത്താവ് എന്ന നിലയിൽ എനിക്ക് ഫേബയുടെ ഹസ്ബൻഡിനോട് ഒത്തിരി അഭിമാനവും അസൂയൊക്കെ തോന്നിയ ഒരു മനുഷ്യനാണ് ആള്. പിന്നെ ഫേബ ശരിക്കും ദൈവത്തിന്റെ ഒരു കുഞ്ഞാണ്. ബിനിച്ചേട്ടൻ പറഞ്ഞു ദൈവം ഭൂമിയിലേക്ക് വീണ്ടും തിരിച്ചയച്ച ഒരു കുട്ടി, അങ്ങനെ വേണം ഫേബേനെ കാണിക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ നന്നായിട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ബാക്കി നിങ്ങളാണ് പറയേണ്ടത്. രാവിലെ മുതൽ ഇത് എങ്ങനെ ചെയ്ത് തീരും, നമ്മൾ ചെയ്തിട്ട് രാത്രി വീട്ടിൽ പോയിട്ട് നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയായി തീരും എന്ന്. ബിനിച്ചേട്ടൻ 8 മണിക്ക് വന്നു. നമ്മൾ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞ് ഇത്ര നേരം ഒരു ടെൻഷനും ഇല്ലാതെ ദൈവം നല്ലതായിട്ട് ഞങ്ങൾ എല്ലാവരും നടത്തി. ബിനിച്ചേട്ടന് പ്രത്യേകിച്ച് താങ്ക്സ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ആൾക്കാർ നമ്മൾ കാണും, ഒരുപാട് സംഭവങ്ങൾ കാണും. ചിലതൊക്കെ നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കും, ചിലതൊക്കെ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ വേദനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ കഥയുടെ ആവിഷ്കരണമാണ് നമ്മുടെ ഇന്നത്തെ ഫോട്ടോഷൂട്ട്. നമുക്ക് പരിചയപ്പെടാം. ഫെബയും ജസ്റ്റിനും രണ്ടുപേരും വിവാഹിതരാണ്. ഫെബ ഇപ്പം 7 മാസം പ്രഗ്നന്റ് ആണ്. ഒരുപാട് കഥകൾ അവരെക്കുറിച്ച് പറയാനുണ്ട്. അത് അവർ തന്നെ പറയും. എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം.
ഒരു ദിവസം ഞാൻ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഒരു പൾമിനോളജിസ്റ്റിനെ കണ്ട് സംസാരിച്ചു. അപ്പം ഡോക്ടറിന് എന്തൊക്കെയോ ഒരു ഡൗട്ട് തോന്നിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊരു CT കോൺട്രാസ്റ്റ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഒരു CT ഒക്കെ ചെയ്തു. ആ ചെയ്ത സമയത്ത് ആണ് അറിഞ്ഞത് എനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞത്. ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എങ്ങനെ ഞാനിത് എന്ത് ചെയ്യുമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞങ്ങളുടെ കല്യാണം ആലോചിച്ച് വെച്ചിട്ടേ ഉള്ളൂ 2 വർഷം. അച്ചാച്ചൻ പറഞ്ഞിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഒരു ഡോക്ടറിനെ പോയി കണ്ടത്. അപ്പം അന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ സസ്പെക്റ്റഡ് ക്യാൻസർ ആണ്, അതേത് ക്യാൻസർ ആണെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വരുമായിരുന്നു. ഞങ്ങളുടെ വീട്ടുകാർ തമ്മിൽ ഞങ്ങളുടെ വിവാഹമൊക്കെ ഏകദേശം ഡേറ്റൊക്കെ എല്ലാം ഫിക്സ് ചെയ്ത് അപ്പം അത് കഴിഞ്ഞ് അവൾ സൗദിയിൽ പോയി, ഞാൻ ദുബൈയിലായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 2 വർഷക്കാലം എന്നും ഞങ്ങൾ വിളിക്കുമായിരുന്നു, എന്നും ഞങ്ങൾ സംസാരിക്കും. അപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം നല്ല രീതിയിൽ അറിയായിരുന്നു. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ ഈ സൗദിയിൽ വെച്ച് പെട്ടെന്ന് തന്നെ ഒരു ദിവസം വിളിച്ച് പറഞ്ഞു ഇതുപോലെ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓൾറെഡി നാട്ടിലുണ്ട്. പെട്ടെന്ന് തന്നെ വിളിച്ച് പറഞ്ഞു ഇതുപോലെ ഡോക്ടേഴ്സ് ഒരു ഡൗട്ട് പറയുന്നു, മാസ് പോലെ ചെസ്റ്റിനകത്ത് കണ്ടു, അപ്പോൾ അവർക്ക് ക്യാൻസർ ആണോ എന്നൊരു ഡൗട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ബയോപ്സി ചെയ്യണം എന്ന് ഡോക്ടേഴ്സ് പറയുന്നു എന്ന് പറഞ്ഞപ്പം ഫസ്റ്റ് ആക്ച്വലി കേട്ടപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഭയങ്കര ഒരു വിഷമത്തിലായി. 10 days കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു, ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്തു. പക്ഷെ ആ റിസൾട്ട് വന്നത് അച്ചാച്ചൻ്റെ വീട്ടിലായിരുന്നു. ആ ഒരു മെസ്സേജ് വന്നതും ഡോക്ടറിൻ്റെ ആ ഒരു ഇൻഫർമേഷൻ വന്നത് അവരുടെ വീട്ടിലായിരുന്നു. റിസൾട്ട് വന്നതും ആക്ച്വലി അവർ എൻ്റെ നമ്പറിലേക്കാണ് വിളിച്ച് പറഞ്ഞത്. ഫേബ പറഞ്ഞ പോലെ ഞാൻ തന്നെ അവിടെ വീട്ടിൽ പോയി രാത്രി തന്നെ റിസൾട്ട് പറഞ്ഞു. എനിക്ക് എങ്ങനെയും അവിടെ ആ ട്രീറ്റ്മെൻറ്റ്, കാരണം എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് എങ്ങനെയും അവിടെ കൂടെ നിൽക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പം പെട്ടെന്ന് ഞാൻ എൻ്റെ വീട്ടിൽ മമ്മിയോടും ഡാഡിയോടും പറഞ്ഞു എനിക്ക് വിവാഹമായിട്ടൊന്നും വേണ്ട, ജസ്റ്റ് ഒരു രജിസ്റ്റർ മാരേജ് പോലായാലും മതി എന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞു. അപ്പം മമ്മിയും ഡാഡിയും അവരിങ്ങോട്ട് പറഞ്ഞു എന്തിനാ നീ രജിസ്റ്റർ മാരേജ് ആക്കുന്നത്, നമുക്ക് വിവാഹം തന്നെയായിട്ട് നടത്താം. അവരുടെ വീട്ടുകാരെ വിളിച്ചറിയിച്ച് കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞു. പക്ഷേ ശരിക്കും സന്തോഷം തരുന്നൊരു വാർത്തയായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നെ തന്നെ കല്യാണം കഴിക്കത്തുള്ളൂ, മോളെ തന്നെ ഞങ്ങൾക്ക് മതിയെന്ന് അവിടുത്തെ ഡാഡിയും മമ്മിയും അതുപോലെ അച്ഛൻ്റെ സിസ്റ്ററും അവരെല്ലാം ഒരുപോലെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഞങ്ങളുടെ കല്യാണം നടന്നത്. എനിക്കൊന്ന് 1-ാം തീയതി ഞങ്ങളുടെ റിസൾട്ട്, ഫേബയുടെ റിസൾട്ട് വരുന്നു, 1-ാം തീയതി റിസൾട്ട് വന്നു, 4-ാം തീയതി ഞങ്ങളുടെ കല്യാണം നടക്കുമായിരുന്നു. അപ്പം ഡോക്ടർ ഞങ്ങളോട് ചോദിച്ച സമയത്ത് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡോക്ടറെ ജസ്റ്റ് 2 days ആയതേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർക്ക് പോലും ഭയങ്കര അത്ഭുതം. എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു വട്ടോട് എടുത്ത് ചോദിച്ചു എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 2 ദിവസം ആയതേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ഇതുപോലെ ഒരു വലിയൊരു ഗിഫ്റ്റ് നിൻ്റെ കൂട്ടത്തിലില്ലേ, അപ്പോൾ പിന്നെ നിനക്ക് ഇതെല്ലാം അതിജീവിക്കാൻ പറ്റും. ഞാനല്ലേ പറയുന്നത്, നിനക്കിത് പൂർണ്ണമായിട്ടും നിനക്ക് ഈ ഒരു ക്യാൻസറിൽ നിന്ന് മാറും എന്ന് പുള്ളി പറഞ്ഞു. എൻ്റെ കൂട്ടത്തിൽ 1 വർഷം ഞങ്ങൾ ഒരു റൂമിൽ തന്നെയായിരുന്നു. പല രാത്രിയിലും വേദന കൂടി, ഞാൻ വേദന സഹിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ബോധം പോകും. എൻ്റെ ഒപ്പം നിന്ന് വേദന സഹിച്ചത് അച്ചാച്ചനായിരുന്നു. ഡോക്ടർ പറഞ്ഞത് അച്ചാച്ചനോട് 20% മാത്രമാണ് റിക്കവറി ചാൻസ്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ ദൈവം ഒരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കണം, ഇനി മുന്നോട്ടുള്ളൊരു ജീവിതം ഉണ്ടായിരിക്കും എന്ന് ദൈവം കണ്ടിട്ടായിരിക്കും ഒരു 5 days തന്നെ ആ ഒരു ഇൻഫെക്ഷനിൽ നിന്ന് റിക്കവറായി ഞാൻ ICUവിൽ നിന്ന് വാർഡിലോട്ട് മാറി. ഡോക്ടേഴ്സിൻ്റെ ഒക്കെ കുറേ സജഷൻസ് എടുത്തപ്പോഴാണ് അവരൊക്കെ പറഞ്ഞത് ഒരു 5 വർഷം കൊണ്ടൊക്കെ ഇതിൻ്റെ എഫക്റ്റ് മാറിയിട്ട് അപ്പം ഫേബയ്ക്ക് കൺസീവ് ആകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുടെയും പിന്നെ ഞങ്ങളുടെ പേരൻസിൻ്റെയൊക്കെ പ്രാർത്ഥനയുടെ ഇതുകൊണ്ടായിരിക്കാം കഴിഞ്ഞ ജൂണിൽ അവൾ കൺസീവായി. ഇപ്പം 7 months ആയി. ദൈവം സഹായിക്കുകയാണെങ്കിൽ മാർച്ചിലേക്ക് ഒരു ബേബി വരും. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഭയങ്കര ത്രില്ഡാണ്. റെഡി? കണ്ണങ്ങ് പിടിയിടും കേട്ടോ. യാ ദാറ്റ്സ് പെർഫെക്റ്റ്. ഓക്കെ.
റെഡിയാണേ? 3, 2, 1 ആക്ഷൻ. തുറന്നേ. ആ പുതിയ ലോകം നമ്മൾ കാണുകയാണ്. कैसी है ये दूरी, कैसी मजबूरी, मैंने नजरों से तुझे छू लिया. ओहो कभी तेरी खुशबू, कभी तेरी बातें, बिन मांगे ये जहां पा लिया. तू ही दिल की है रौनक, तू ही जन्मों की दौलत, और कुछ ना जानू बस इतना ही जानू, तुझ में रब दिखता है यारा, मैं क्या